കർത്താവിന്റെ ഓട്ട സ്ഥിരതയോടെ ഓടാൻ പറ്റില്ല. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ വീണു പോകും. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ പറയുന്ന നിന്നെ ഞെരുക്കി കളയാൻ ചില ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ചില രോഗശക്തികൾ, ചില സാമ്പത്തികമായ ദുഃഖങ്ങളിട്ട് നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ആ മണ്ഡലത്തെ പരിശുദ്ധങ്ങൾ പൊട്ടിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ഷീജ സിസ്റ്ററിന്റെ അമ്മ മുമ്പോട്ട് വന്ന ഷീജ സിസ്റ്ററിന്റെ മേമ്പുകട സിസ്റ്ററിന്റെ അമ്മ മുമ്പോട്ട് വന്ന് നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കും. പല ഭവനങ്ങളായി കടങ്ങൾക്ക് പരമാവധി കൊടുക്കാനും ഒരിക്കൽ കൂടാൻ സഹായിച്ച ഞാൻ സ്തോത്രം. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പണിക്കാലം അടങ്ങാത്തായ കാലമായി തന്നതിനായി സ്തോത്രം. ആരാധന ഞാൻ എടുത്ത് നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. പല ഭവനങ്ങളായി കടങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സഹായിച്ചവർക്കായി സ്തോത്രം. ആരാധന അങ്ങേറ്റത്ത് നടത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ വലിയൊരു വിടുതലും ആശ്വാസവും പ്രാപിക്കാൻ സ്വർഗ്ഗം സഹായിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭജനം സംസാരിക്കുന്നു ആശയങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ക്രൂശിത മറവിലൊക്കെ മറച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾക്ക് ആവശ്യമായ ശബ്ദം ഇന്ന് കേൾപ്പാൻ സ്വർഗ്ഗം സഹായിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹവും കരുതലും കൂടെ ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കൃപയുടെ കരങ്ങൾ വഹിച്ചോളണം. കർത്താവ് അവസാനം ഒരു പ്രിയ സാന്നിധ്യങ്ങളെ ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അവിടെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മക്കളെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഗുണപാലക്കാരും ദാരിദ്ര്യക്കാരും രോഗപാലക്കാരും കടന്നു വന്ന അനേകം കുടുംബങ്ങളുണ്ട്. ആശ്വാസത്തിന്റെ കരം അങ്ങ് വയ്ക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടെ കർത്താവെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചുകൊണ്ട് ഇവിടെ വിട്ട് കടന്നു പോകാൻ സ്വർഗ്ഗം സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളൊക്കെ വഹിച്ചോണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. വേദഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. ആദ്യമായി പുതിയ നിയമ ലുതിക സിസ്റ്റർ മുമ്പോട്ട് വന്ന് വായിക്കും. അടുത്തതായി സങ്കീർത്തന വേദഭാഗം ആശ്ന സിസ്റ്റർ മുമ്പോട്ട് വന്ന് വായിക്കും. വായിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെ. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തിനെ തന്നെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇന്ന് 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാകുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അതിന് അവർ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കാശില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കാശില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഈ വാഴ്ചയുടെ തിരുവചനത്തിൽ നമ്മൾ സംശയം വിജയിച്ച് പറയട്ടെ. സങ്കീർത്തനങ്ങൾ 75-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 75-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയപ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോട് വിധിക്കും. ഭൂമിയും അതിലെ സകല നിവാസികളും ഒഴുകി പോകുമ്പോൾ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ഡംഭം കല്ലെടുക്കുന്ന ഡംഭികളോടും
കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്. ശാഠ്യത്തോട് സംസാരിക്കുകയും അരുത്. കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിന്റെ ദൈവത്തിന്റെ സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഈ വായിച്ചു കേട്ട നാം നിൽക്കുമ്പോൾ തന്നെ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആരാധനയുടെ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതമാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കണക്ട് ആയിക്കേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം, ഹല്ലേലൂയ. വിശുദ്ധനിൽ അതിഭയങ്കരനായ, വിശുദ്ധിയിൽ അതിഭയങ്കരനായ കർത്താവ്, നിർദോഷനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കാൻ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യം പദവിക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള ഗാനം നമുക്ക് ഒരുമിച്ച് കൊയർത്തി മംഗങ്ങളോടൊപ്പം പാടാം. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. Oh Jesus, hallelujah. Hallelujah. Hallelujah, hallelujah.
മകൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം നമ്മളോട്, അവർക്ക് സാക്ഷ്യം പറയാൻ അറിയില്ല. പുള്ളിക്കാരി എന്നോട് പറയും, ഞാനത് പറയും നിങ്ങളോട്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ ഇവിടെ കടന്നൂത്തിലുള്ള റിലേറ്റീവിൻ്റെ വീട്ടിലായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ദാഹത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ മുമ്പോട്ട് വരാം. എൻ്റെ മോന് ഫെബ്രുവരി മന്തിൽ സ്കൂളിൽ വിളിച്ച് പറഞ്ഞു വെച്ചാൽ അവന് തലചുറ്റി ഇപ്പോൾ ഫിക്സാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഡോക്ടറിൽ ആശുപത്രി കാണിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഡിറ്റക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അവനെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പോയ ഹോസ്പിറ്റലും പറഞ്ഞ കണക്കിന് ഡോക്ടേഴ്സ് അവനെ ഒരു സർജറിയിലോട്ട് പുഷ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. പിന്നെ മിനി ചേച്ചി ഇവിടെ ഫയർ മെമ്പറാണ്. അങ്ങനെ ചേച്ചി പറഞ്ഞപ്പോൾ അവരുടെ സിസ്റ്ററിൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് സംസാരിക്കണം, പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ആ സമയത്ത് അവന് എക്സ്റേ എടുക്കേണ്ടായി. ആ സമയത്താണ് ഡോക്ടേഴ്സ് പറഞ്ഞ് അവന് ന്യൂമോണിയ ആണെന്നുള്ള ലെഫ്റ്റ് ലങ്സിൽ 50 ml വാട്ടർ കണ്ടന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അത് കുറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു സർജറിയിലോട്ട് പോകേണ്ട അവസ്ഥയാണ്. അത് 2 ഡോക്ടേഴ്സാണ് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതല്ല, ഒരു ചാൻസ് കിട്ടി അതിലോട്ട് പോകാം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ദിവസം എല്ലാം പ്രാർത്ഥനയോടെ അവർ വീണ്ടും അവരുടെ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് 250 ml 180 ml കുറഞ്ഞാണ് ലങ്സിൻ്റെ വാട്ടർ കണ്ടന്റ്. അപ്പോൾ അതിലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. അത് നല്ല പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു 150 ml കുറഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ. അത്രയും പെട്ടെന്ന് കുറയാൻ അത്ഭുതം തന്നെയാണ്. അതിന് 2-3 ദിവസം കൂടെ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അവന് കുറേ ഫിസിക്കലായിട്ട് അവർ നേരെ അടിയൊന്നും ഇടാൻ പറ്റാതെ കുറേ ബ്ലോക്കും അങ്ങനത്തെ അവസ്ഥയെല്ലാം കുറേ വേദന അനുഭവിച്ചാണ്. അതിനോടൊരു ഹോസ്പിറ്റലിൽ പോകുന്നൊരു പേടില്ല. എന്നാലും ദൈവം സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റിവ്യൂ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, സെയിം ഡോക്ടറുടെ അടുത്ത്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഡോക്ടറുടെ അടുത്ത് പോയി. അവർ പറഞ്ഞു ഇതിന് ആവശ്യമില്ലാതെ ഒരു കുറേ മരുന്ന് അത് കൊടുത്തവനെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് അവന് അസുഖം മാറിയിട്ടുണ്ട്. ഇനി പനി വന്നെങ്കിൽ മാത്രം കൊണ്ട് ചെന്നാൽ മതി ആ ഡോക്ടറുടെ അടുത്ത്. ഇനി ഒരിടത്തും കാണിക്കില്ല, ഒരു മരുന്ന് കൊടുക്കണം, അവർക്ക് കേട്ട് വിടാൻ പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹാലലൂയ. എല്ലാവരും കരങ്ങളെ അടിച്ച് എല്ലാ മാനമുക്ത കർത്താവിനുള്ളതാണ്. പ്രിയ സഹോദരി നമ്മുടെ മുമ്പിൽ അവരുടെ നന്ദി സൂചകമായ ഒരു ഗാനം ഇപ്പോൾ ആലപിക്കും. നമുക്ക് ശ്രദ്ധയോടെ
മിണ്ടാതിരിക്കണം. കേട്ടോ കുഞ്ഞുങ്ങളെല്ലാവരും? നിങ്ങൾക്കൊരു പാട്ടുണ്ട്, ഓഫറിംഗ് സമയത്ത് ആര് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളെ ഞാൻ വിളിക്കും. എപ്പോഴാണെന്ന് അറിയാൻ പറ്റൂല, കാത്തിരിക്കണം. ഓക്കെ, റെഡിയാണോ? യെസ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരും. നമ്മുടെ തലമുറ, നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറ, അടുത്ത തലമുറ, നമ്മൾ ഈ ലോകം വിട്ടു പോയാൽ നമ്മുടെ തലമുറ ഇവിടെ യേശുവിന് വേണ്ടി വേണം. മനസ്സിലായോ? ഏറ്റവും വലിയ സന്തോഷം വേറൊന്നുമല്ല, നമ്മൾ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി നമ്മുടെ തലമുറ എഴുന്നേറ്റ് നിൽക്കുന്നതാ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായോ? ഹല്ലേലൂയ. എന്നൊന്ന് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കുഴപ്പമില്ല, എന്നും എനിക്ക് ജീവിച്ചിരിക്കണം. നമ്മളൊരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ പോകും, ടാറ്റ പറയും. ഇവിടെ നമ്മുടെ തലമുറ എഴുന്നേക്കും. ഈ റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രിക്കകത്തുള്ള കുഞ്ഞു മക്കൾ മുതൽ എത്ര വലിയ കുഞ്ഞുങ്ങളായാലും ഇതിൻ്റെ അകത്തൊരു ദൈവ മഹത്വം ആ കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കും. നിങ്ങൾ ഭവനത്തില് കുഞ്ഞുങ്ങളെ നിർത്താതെ നിങ്ങൾ വരുമ്പോൾ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ജൂൺ മാസം മുതൽ നമ്മുടെ സ്കൂളുകളൊക്കെ ആരംഭിക്കുകയാണ്. അവർക്ക് ഇനി മീറ്റിംഗ്സിലൊക്കെ കുറച്ച് പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത മീറ്റിങ്ങിൽ, ഇനി ലീവ് എപ്പോഴൊക്കെയാണ് കിട്ടുന്നത് അപ്പോഴൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഥാവ് വേഗത്തിൽ എന്നെ ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഒരു പിതാവ് ഒരു ലക്ഷറി വാഹനം വാങ്ങി. മീൻസ് കോടിക്കണക്കിന് വിലയുള്ള ഒരു വാഹനം, ഒരു കാറ് ഒരു പിതാവ് വാങ്ങി. വളരെ സന്തോഷത്തോടെ ആ കാറ് തൻ്റെ കാർ പോർച്ചിലേക്ക് കൊണ്ടിട്ടു. വളരെ സന്തോഷത്തോടെ എന്നും ചെന്ന്, ഈ വാഹനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എപ്പോഴും വാഹനം ചെന്ന് തുടച്ചോണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുള്ളവരൊന്ന് കൈകൊട്ടിക്കും. അവര് എപ്പോഴും ഈ വാഹനത്തെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. പോറാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ആരും തൊടാൻ പാടില്ല. അവർക്ക് ഇറിറ്റേഷൻ തോന്നും. അങ്ങനെയുള്ളൊരു പിതാവായിരുന്നു ആ പിതാവ്. ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു, ഒരു 5 വയസ്സുള്ള LKG പഠിക്കുന്ന ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കുഞ്ഞിനറിയോ ഇത്രയും ലക്ഷറി, ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് എൻ്റെ പപ്പ ഈ കാർ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. ആ കുഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കമ്പി എടുത്തോണ്ട് വന്ന് അതിൻ്റെ അകത്ത് എഴുതാൻ തുടങ്ങി. ABCD. അത് കഴിഞ്ഞ് ഒരു വരിയും കൂടെ എഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? അത് A എഴുതി വെച്ചു. അവനറിയാം B അറിയാം, C അറിയാം, D അറിയാം. പിതാവ് എങ്ങോട്ട് ദേഷ്യത്തിൽ ഓടിങ്ങോ വന്നു. പിതാവിന് സഹിക്കോ? കോടിക്കണക്കിന് വില കൊടുത്ത് മേടിച്ചിട്ട കാറില് ഈ കുഞ്ഞ് ഇങ്ങനെ ഈ കമ്പി വെച്ച്, ഒരു വലിയ കമ്പിയാ കുഞ്ഞെടുത്ത് വെച്ച് എഴുതിയത്. പിതാവിന് ദേഷ്യം വന്നു. പിതാവ് ഇങ്ങോട്ട് ഓടി വന്നു. കയ്യില്, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കമ്പി വെച്ച് തന്നെ അവന്റെ കയ്യില് പൂത്തിരെ തന്നെ അവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ ദേഷ്യം മാറിയില്ല. അദ്ദേഹം തല്ലി, ആ കൈ ഒടിഞ്ഞു തൂങ്ങി. ഒരു 5 minutes ആ ദേഷ്യം അതുപോലെ തന്നെ നിന്നു. 5 minutes കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു, ഇതെന്റെ കുഞ്ഞാണ്, ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കൈയാണ് തകർത്തത്. ഓടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ കുഞ്ഞിനെ വാരി പുണർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ പറഞ്ഞ ICU കേട്ട്, പെട്ടെന്ന് ICU കേട്ട്, ഇത് എന്താണ് സ്ഥിതി? കൈ നിൽക്കുന്ന കേസല്ല, രക്തം വാർന്നോർന്ന് ഒഴുകുന്നു. അയാൾ ഒരു തോർത്ത് കൊണ്ട് കെട്ടി ആ കൈയെ. അപ്പനാണ് ഓർക്കണം, ഒരു നിമിഷത്തുള്ള ദേഷ്യമാണ് ഓർക്കണം. താൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കോടിക്കണക്കിന് വിലയേക്കാൾ ഞാൻ എൻ്റെ സ്വന്തം രക്തത്തിൽ എനിക്ക് യേശോപ്പ തന്ന കുഞ്ഞാണ്. സഹിക്കാൻ പറ്റുമോ പിതാവിന്? പിതാവ് ഒരു നിമിഷത്തെ ലോകത്തിന്റെ മോഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം കുഞ്ഞിനെ യാഗമാക്കി തീർത്തു തന്റെ ആദേശ സ്വഭാവത്തിന് വേണ്ടി. അപ്പൊ ഡോക്ടർ ഓടി ഓപ്പറേഷൻ ടീമില് ഒരുമിച്ച് എല്ലാവരും കൂടെ കയറുക. കുഞ്ഞുകുട്ടിയല്ലേ, എല്ലാവരും കൂടെ ജോയിൻ ചെയ്തു. അതിൻ്റെ അകത്ത് സർജറി നടക്കാൻ പോയപ്പോ ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണം, സോറി, കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റി. കൈ മുറിച്ചു മാറ്റണം. അപ്പന് പിന്നെ മരണവേദനയായി കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കുഞ്ഞിന്റെ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ പറഞ്ഞു, എങ്കിലൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ. ഇയാള് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച വേറൊരു കാര്യമല്ല. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ആ കാറിലൊന്ന് നോക്കി.
ABCD കഴിഞ്ഞ് അവൻ എഴുതി വച്ചിരുന്നത് ഐ ലവ് യു പപ്പ എന്നാണ്. ഐ ലവ് യു പപ്പ എന്നാണ് ആ കുഞ്ഞു കുട്ടി ലാസ്റ്റ് അവസാനമായി ആ കൈകൊണ്ട് എഴുതി തീർത്തത്. ആ പിതാവിന് ഒരു നിമിഷം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. പലപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥകൾ. പലപ്പോഴും ദേഷ്യം വരുമ്പോ നാം എന്താണ് ചെയ്തത് നമുക്ക് പോലും അറിയില്ല. നിശബ്ദത. ഞാനൊരു കാര്യം പറയാം, ദേഷ്യം വരുമ്പോ 2-3 സെക്കൻഡേ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ പറഞ്ഞു തീർക്കുന്നത് നമ്മുടെ ഭാവിയെ കെട്ടാൻ സാധ്യതയുണ്ട്. ദേഷ്യം വരുമ്പോ 3-4 സെക്കൻഡേ കഠിനമായ ദേഷ്യം ഒരു ശരീരത്തിൽ പുറത്തു വരും. പക്ഷെ ആ നിമിഷം കൊണ്ട് A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കും ഇല്ലേ? ഞാൻ എന്നെ ഉൾപ്പെടെ പറയുക, നിങ്ങളെ മാത്രം. പലരും ഇതിൻ്റെ അകത്ത് കരയുക കുഞ്ഞിനെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലേ? ഹായ്, കുഞ്ഞുങ്ങളുണ്ട്. അവർ ചിലപ്പോൾ കുസൃതി കാണിച്ചെന്നിരിക്കും, ചിലപ്പോൾ വാശി കാണിച്ചെന്നിരിക്കും. പക്ഷേ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ആ കുഞ്ഞിനോട് ഇടപെടാൻ ഒരു മാതാവിനെ പിതാവിനെ കർത്താവ് അനുവദിക്കുന്നില്ല. മക്കളെ കോപിപ്പിക്കാതെ പദ്യോപദേശത്തിൽ വളർത്താനാണ് അമ്മമാരെ നിങ്ങളുടെ വിളി, അപ്പന്മാരെ നിങ്ങളെ വിളി. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സ്നേഹം കൊടുക്കാതെ വരുമ്പോഴാണ് സ്നേഹിക്കുന്ന ചേട്ടൻ പൂവും കൊണ്ട് വഴി നിൽക്കുമ്പോ മോള് ചേട്ടന്റെ കൂടെ പോകുന്നത്. അങ്ങനെ സ്നേഹം നമ്മൾ കൊടുക്കാതെ വരുമ്പോ അപ്പത്തിരിക്കുന്ന ചേച്ചി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ നമ്മുടെ മോൻ വിസിലടിച്ചുകൊണ്ട് പുറകെ പോകുന്നത്. സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്നേഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ വല്ലാതെ വീർക്കും. ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആൻറ്റി എനിക്ക് അമ്മയോട് ഇത്തിരി സ്നേഹം തരാൻ പറ. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യം കേട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. ഞാൻ സ്നേഹിക്കുന്നവരെ എല്ലാം കർത്താവ് എന്നിൽ നിന്ന് അടർത്തി മാറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, നീ സ്നേഹം കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ സ്നേഹം ഈ കുഞ്ഞ് എങ്ങനെ അറിയും? എനിക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് 2 പൈതങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാനല്ലേ എനിക്ക് തികയത്തുള്ളൂ അല്ലേ? അല്ലേ? ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഇരിക്കുമോ? ഇല്ല. അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അമ്മയ്ക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പന് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം അപ്പന് കൊടുക്കാനേ പറ്റും. ഇപ്പൊ 55 വയസ്സുള്ള അമ്മാമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്തിനെന്നറിയാമോ? അമ്മയുടെ സ്നേഹം കിട്ടാനാ. അവർക്ക് മുമ്പുള്ള കാലത്ത് അവർക്ക് കിട്ടിയില്ല. അമ്മാമ്മ കരയും. അമ്മാമ്മേരെ അമ്മ ചിരിച്ചിരിപ്പില്ല. അവര് കരയുന്ന എന്തിനാ? എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല. എല്ലാവരും മൂല്യങ്ങളുള്ള ജനമാണ്. ഒരു വ്യക്തി പോലും വിലയേറിയതായി ദൈവത്തിന്റെ സന്നിധിയില്ല. നിങ്ങൾ ഒരു ചെറിയ അവയവമെങ്കിലും അതിന് വലിയൊരു പ്രാധാന്യമാണ് ദൈവവചനത്തിൽ കൊടുക്കുന്നത്. മനുഷ്യനാണ് പത്രാസിന്റെ പേരിലും പൈസയുടെ പേരിലും യോഗ്യതയുടെ പേരിലും ഒക്കെ വില കൽപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ അപ്പൻ അങ്ങനെയല്ല. ഏറ്റവും ചെറിയവനെ പോലും മാനിക്കുന്ന ഒരു ദൈവം. അതാ വചനം പറയുന്നത്. ഏറ്റവും അതിശയവും ഭയങ്കരവുമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരു ജീവി വേറെ ഒരെണ്ണം ഇല്ലെന്ന്. അല്ലേ? ഇത്രയും സൗന്ദര്യമുള്ളവർ, ഇത്രയും ചിന്തിക്കാൻ ശേഷിയുള്ളവർ, കരുതാൻ ശേഷിയുള്ളവർ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതിയില്ലെങ്കിൽ ആര് കരുതും കുഞ്ഞെ? ദൈവം കരുതാൻ നിനക്ക് വേണ്ടി ഒരു ഹൃദയം തരട്ടെ. കർത്താവ് ആഗ്രഹിക്കും. ഹല്ലേലൂയ. സ്നേഹത്തെ കണ്ടാൽ സ്നേഹിച്ചു പോകും കുഞ്ഞുങ്ങളെ. നമ്മളെ നിന്ദിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. നമ്മെ പ്രയാസപ്പെടുത്തിയവരെ കണ്ടാൽ സ്നേഹിക്കാൻ കഴിയും. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ അകത്ത് നിന്ന് ഒഴുകണം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നീ സ്വഭാവം പകരണമേ
ദീർഘമായ വശം. സ്നേഹമുള്ളവന് കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ കൂടുതലും പെന്തക്കോസ്തൽ ശുശ്രൂഷയാണ്. അടുത്തിരിക്കുന്ന അമ്മാമ്മയ്ക്ക് ഇപ്പുറത്തിരിക്കുന്ന അമ്മാമ്മയെ ഇഷ്ടമല്ല. ദൂത് പറഞ്ഞ നമ്മളോട് ദേഷ്യം. നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പുറത്തെ അമ്മാമ്മയ്ക്ക് ദൂത് പറഞ്ഞ അപ്പുറത്തെ അമ്മാമ്മ മുഖം ഇത്രയിരിക്കും. ഞാൻ ദൈവം ഇതെന്താ ഇങ്ങനെ? എന്റെ ശുശ്രൂഷയിലൊന്നും ഞാൻ ഇതുവരെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ചില പ്രകൃതങ്ങൾ ചില ഇടങ്ങളിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റും. അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു നല്ല വില കൂടിയ സാരി ഉടുത്തോണ്ട് വന്നാൽ പിന്നെ നോക്കണ്ട, ആ സൈഡിലോട്ടേ നോക്കൂല അമ്മാമ്മ. എന്നെ ഒരു മീറ്റിങ്ങിന് 3 ദിവസം വിളിച്ചു കേട്ടോ, 3 ദിവസം. അപ്പോൾ അവരോട് ഹോൾഡ് ചെയ്യാൻ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പോൾ ഈ അമ്മാമ്മമാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഈ അമ്മാമ്മമാർ അടുത്ത് വന്നിരിക്കും, പക്ഷെ മിണ്ടത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാ മേഖലകളിലും ഒരു വിടുതലുണ്ടായി. അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം നീണ്ട 8 വർഷം കൊണ്ട് അടുത്തടുത്തിരിക്കും സഭയ്ക്കകത്ത്, മിണ്ടൂല. സിസ്റ്റർ വന്നപ്പോൾ ആ കെട്ട് പൊട്ടിയത്. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുക എപ്പോഴും പറഞ്ഞു. ഒന്നൊന്ന് അടുത്ത കൈകൊടുത്ത ഹല്ലേലൂയ പറഞ്ഞേ. സുഖമായിട്ടിരിക്കണോന്നൊന്ന് ചോദിച്ചേ. ചോദിച്ചേ, സുഖമായിട്ടിരിക്കുന്നോ? സുഖാണോ? ആ, ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈ ഉലകത്തിൽ നേടിയതെല്ലാം ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ നേടിയതെല്ലാം ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നുള്ളവരെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. കേട്ടില്ല? മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം തീർന്നിടും. കണ്ണീരില്ല നാട്ടിൽ നാം പോകും നിശ്ചയവും. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം തീർന്നിടും. ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? എത്ര ഫേഷ്യൽ ചെയ്താലും, എത്ര ഐലൈനർ വരച്ചാലും, എത്ര ഐഷോഡ പുരട്ടിയാലും കാലം സമയമാകുമ്പോൾ എല്ലാം ഇവിടെ ഇട്ടിട്ടേ പോകൂ. നിത്യരാജ്യമാണ് നിന്റെ അവകാശം. ഇങ്ങനെ കൂടെ പറയാൻ കുറച്ച് പേര് വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്റെ പുറമേ ഉള്ളതല്ല അകമേ ഉള്ളത് നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പുറമേ നമുക്ക് വൃത്തിയായിട്ട് നന്നായിട്ട് നടക്കാൻ പറ്റും, പക്ഷെ എന്നാണ് രഹസ്യ ജീവിതത്തിൽ നാം എന്താണ്? അതാണ് ഞാൻ. പവിത എന്ന വ്യക്തി രഹസ്യ ജീവിതത്തിൽ എന്താണ്? അതാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റും. ഞാൻ മനുഷ്യനാണ്. പക്ഷേ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോ, എന്റെ അപ്പൻ എന്നെ കാണുമ്പോ എങ്ങനെ എന്നെ കാണുന്ന അതനുസരിച്ചാണ് പ്രമോഷൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരായിരിക്കാം, പ്രയാസമായിരിക്കാം, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിനക്ക് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങൾ കരയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ എന്ത് ഇങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ സ്നേഹിതർ അതാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ അവർ എന്ത് പരിശ്രമവും നടത്തും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ആരുടെയൊക്കെയോ പറയുന്നു, ആരുടെയൊക്കെയോ കാലുകൾ കുടഞ്ഞുപോയി അവരെ തളർത്തി കളയാനല്ല, അവരെ ഒന്ന് ബിൽഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരാനാ നിന്റെ വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശീകരണ സമയത്ത് ഒരു ശിഷ്യൻ വന്ന് ഈ യേശുവിനെ കൊല്ലാൻ നിൽക്കുന്ന ശതാധിപന്റെ കാതങ്ങ് അറുത്തു കളയുക. അപ്പൊ യേശു ഉടനെ എന്താ ചെയ്തേ? ആ കാതെടുത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, വാളെടുത്തവൻ വാളാലെ. നിങ്ങൾ വാളെടുക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മക്കള് കൊടുവാളെടുക്കും. ഇന്ന് നീ വാളെടുക്കും. ഈ നാവാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ നാവ് നീ എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ അതിനേക്കാൾ അപ്പുറമായിരിക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ നീ എന്താണ് ചെയ്യുന്നത് അതായിരിക്കും നിന്റെ തലമുറകൾ ആവർത്തിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഒരു അമ്മ എന്ന
പറയുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്? നിങ്ങളുടെ തലമുറ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കരയുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ പപ്പയോട് അടികൂടുകയാ ചെയ്യുന്നത്? അല്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കുകയാണോ ചെയ്യുന്നത്? മുഖഭാവം മാറുകയാണോ ചെയ്യുന്നത്? അതിന്റെ ഡബിൾ നിന്റെ തലമുറ ചെയ്യുമെന്ന്. കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണ് നിറയുന്നതന്നെ ദൈവം കാണിക്കുക. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലോ തീയതാകിലോ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് ഞാനും നിൽക്കണം, നിങ്ങളും നിൽക്കണം. പേർ വിളിക്കുന്നൊരു സമയമുണ്ട്. പേർ വിളിക്കുമ്പോൾ പേര് ഉണ്ടാകണമെങ്കിൽ പ്രവൃത്തി നന്നാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ച അമ്മ എങ്ങനെയാ? ഇപ്പൊ ഒരു പരിപാടിയുണ്ട്, അമ്മ സൂപ്പറാ പറയണം. പപ്പ എങ്ങനെയാ? പപ്പ സൂപ്പറാ. കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ജയിച്ച്. എത്ര പേർക്ക് നെഞ്ചിന് കൈവച്ചോണ്ട് പറയാൻ പറ്റും എന്റെ കുഞ്ഞങ്ങനെ പറയുമെന്ന്? കർത്താവ് ചോദ്യമിടുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര വയസ്സെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ കുഞ്ഞിനെ സംസാരിക്കാൻ തയ്യാറാകുമ്പോ ആ കുഞ്ഞ് പറയുമോ? ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞ് ഒരു 3 വയസ്സോ 4 വയസ്സോ എന്നിരിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചില ക്യാരക്ടറിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ നാളെ നിങ്ങളുടെ തലമുറകൾ സന്തോഷിക്കാൻ നിങ്ങൾ കാണും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ വലിയ വലിയ കുഴികളിലേക്ക് കുഞ്ഞുങ്ങൾ വീഴുന്നത് കാണേണ്ടി വരും. എന്തോ വചനത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഹല്ലേലൂയ. അനേകം പേര് കുടുംബ കോടതിയിൽ നിന്നുണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, സിസ്റ്റർ എനിക്ക് ഇയാളെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മരണം വരെ അദ്ദേഹത്തിനോട് വിശ്വസ്ത സാക്ഷിയായി അദ്ദേഹത്തിനോടൊപ്പം തന്നെ ജീവിതം കഴിക്കണമെന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഈ വചനത്തിൽ കാണുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം, ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും ചിലപ്പോഴൊക്കെ ബന്ധനങ്ങളായി മാറുമ്പോൾ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്ന ലൈഫ് പാർട്ണർ നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. അല്ലേ? കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയി മാറും. സീസൺ തിരിയുമെന്ന് ആരുടെയൊക്കെയോ വ്യക്തിപരമായി ആരൊക്കെയോ എന്നോട് പ്രതികരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 5-6 വ്യക്തികൾ യെസ് എന്ന് പറഞ്ഞ ആത്മാവിൽ ഒരു കണക്റ്റാണ് നിന്നെ കാണിക്കുന്ന കർത്താവ്. പാർട്ണറെ കുറിച്ച് വല്ലാതെ വിഷമിക്കുന്ന ആരൊക്കെയോ ഇതിൻ്റെ അകത്തുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ നല്ല നടപ്പ് കണ്ടിട്ട് നിന്റെ ഹസ്ബൻഡ് നിന്റെ കൂടെ വരും. ഹല്ലേലൂയ. അതിന് അമ്മാമ്മയ്ക്ക് നല്ല നടപ്പ് വേണം. മനസ്സിലായി? അതിന് അമ്മാമ്മയുടെ ജീവിതത്തിന്റെ അകത്ത് നല്ല നടപ്പ് വേണമെന്ന് എങ്കിലേ വരത്തുള്ളൂ. കാലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ എത്രയോ കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നു നിങ്ങൾക്കറിയാമോ? വളരെ സന്തോഷത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. 1-2 വർഷം എനിക്കിത് പറ്റുന്നില്ല. ഒരു തിരിഞ്ഞെടുക്കും പോലെയാണ് ഒരു മനുഷ്യൻ അവർ ജീവിതത്തെ എടുക്കുന്നത്. പല ഭർത്താവും പറഞ്ഞു എനിക്ക് ഇവിടെ മതി സിസ്റ്ററെ. അപ്പൊ ഞാൻ പറയും, ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ അടുത്ത് സഹോദരിയോട് പറയാനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. സഹോദരി പറയും, എനിക്ക് വേണ്ട, എനിക്ക് എന്റെ